ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സച്ചി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കുമ്പോൾ ലച്ചു പറയുകയാണ്, സച്ചിയേട്ടാ, ദയവ് ചെയ്ത് ഈ സിമ്പതി ആയിട്ടുള്ള നോട്ടം എന്നെ നോക്കരുത്. അതൊക്കെ കൊണ്ട് തന്നെയാ ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ആരുടെയും മുന്നിൽ തന്നെ വരാതിരുന്നത്. ഗോവിന്ദിന് ഈ കാര്യങ്ങളെല്ലാം അറിയുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ലച്ചു പറയുകയാണ്, ഇല്ല, അറിയില്ല. ഞാൻ ഈ രോഗാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദിനെ വെറുപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഗോവിന്ദ് അത് ക്ഷമിച്ച് കേട്ടൊക്കെ നിൽക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും കൂടുതലായി വെറുപ്പിക്കാൻ തുടങ്ങി. അവസാനം വേർപിരിയലിന്റെ വക്കിലെത്തി. അങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞു. അതിനുശേഷമാ ഞാനിപ്പോ നാട്ടിലെത്തിയിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. തുടർന്ന് സച്ചി വിഷമത്തോടെ ലച്ചു എന്ന് വിളിക്കുമ്പോ ലച്ചു പറയുകയാണ്, വേണ്ട സച്ചിയേട്ടാ, ഞാൻ എന്താണെങ്കിലും ഈ അടുത്ത് തന്നെ മരിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ സിമ്പതിയൊന്നും എനിക്കിനി വേണ്ട. ഡോക്ടർ സന്ധ്യ സച്ചിയേട്ടനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സച്ചിയേട്ടനൊത്തുള്ള ഈ കുറച്ച് സമയം ഇത് ഞാൻ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ച ആളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും അല്പം റൊമാൻസ് ഒക്കെ തോന്നുന്നുണ്ട്. ലച്ചു, നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ, പിന്നെ നെഞ്ചു തടിച്ച് കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. എന്താണെങ്കിലും എല്ലാവരും ഒരു നാൾ മരിക്കുക തന്നെ ചെയ്യും. പക്ഷേ എനിക്ക് ഒരാഗ്രഹമുണ്ട്. അത് സച്ചിയേട്ടനോടല്ലാതെ എനിക്കിപ്പോൾ മറ്റാരോടും പറയാനും സാധിക്കില്ല. എന്താ ലച്ചു, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ലച്ചു പറയുകയാണ്, ഞാനൊരു രോഗിയായിരുന്നെന്ന് സച്ചിയേട്ടൻ്റെ വായിൽ നിന്നും ആരും ഒരിക്കലും അറിയാനേ പാടില്ല. അർച്ചന പോലും അറിയാൻ പാടില്ല. ഞാൻ മരിക്കുന്നതുവരെ ഈ രഹസ്യം സച്ചിയേട്ടൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണമെന്നും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗോവിന്ദ്. ഞാൻ മരിച്ചു കഴിഞ്ഞ് മാത്രമേ ഗോവിന്ദിനെ സച്ചിയേട്ടൻ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പാടുള്ളൂ. ഇതൊന്നും ഒരിക്കലും മറ്റാരെയും അറിയിക്കില്ലെന്ന് സച്ചിയേട്ടൻ എനിക്ക് സത്യം ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയിൽ നിന്നും സത്യം വാങ്ങിക്കുകയാണ് ലച്ചു. തുടർന്ന് സച്ചി വിഷമത്തോടെ ലച്ചുവിന് സത്യം ചെയ്തു കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ലച്ചുവിന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലച്ചു ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും അവിടെ കൂടുകയും പിന്നീട് കാണിക്കുന്നത് ലച്ചുവിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നതാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം സച്ചിയോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് സച്ചി പറയുന്നു. തുടർന്ന് ലച്ചുവിൻ്റെ ഫാമിലിയെ പറ്റിയെല്ലാം ഡോക്ടർ ചോദിക്കുമ്പോൾ ഭർത്താവുമായി സെപ്പറേറ്റഡ് ആണെന്നും കുറച്ച് ബന്ധുക്കളെ പറ്റിയൊക്കെ എനിക്കറിയാമെന്നും സച്ചി പറയുമ്പോൾ അവരുടെ പേരൻസിനെ പെട്ടെന്ന് അറിയിക്കണമെന്നും. തൽക്കാലം കുഴപ്പമൊന്നും, പക്ഷേ കാര്യങ്ങൾ പോകുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ പേരൻസിനെ അറിയിക്കുകയും ഇങ്ങോട്ടേക്ക് വരുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സച്ചി ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. കിടന്നുകൊണ്ട് തന്നെ അർച്ചന ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ ഓടി ചെല്ലുകയാണ്. തുടർന്ന് ഫോൺ എടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം അവര് അർച്ചനയെ വഴക്ക് പറയുന്നതാണ് കാണിക്കുന്നത്. ഉള്ളില് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നും നിങ്ങളുടെ സർജറി കഴിഞ്ഞതാണെന്നും എന്താ നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഫോൺ എടുക്കാനായി കുനിഞ്ഞതാണെന്ന് അർച്ചന പറയുന്നു. അതെ, ഫോണൊന്നും കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, റേഡിയേഷൻ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മാറ്റിവെച്ചതിന് ശേഷം അവരവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഡോക്ടർ പുറത്തേക്ക് വിളിച്ച് ലച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നതാണ്. മരിക്കുന്നത് വരെ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറങ്ങി വീഴുന്നത് പതിവാണ്. ഡോക്ടർ, എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യാമെന്ന് സച്ചി പറയുമ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും മുകളിലിരിക്കുന്നവൻ തീരുമാനിച്ചാലേ ഇനി ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരികയുള്ളെന്നും ഡോക്ടർ പറയുന്നു. എന്താണെങ്കിലും താനുള്ളത് നന്നായി. ആ കുട്ടിക്ക് തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കംഫർട്ട് സോൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ വിട്ട് പോകരുതെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അമ്മുവിനെ കൊണ്ട് കമലയും അനൂപും അർച്ചനയെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല, സച്ചി എന്തേ ഇതുവരെ വന്നില്ലേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ അത് പിന്നെ റിപ്പോർട്ട് ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് അർച്ചന പറയുന്നു. അതേസമയം ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ? ഇത്ര നേരമായിട്ടും റിപ്പോർട്ട് കൊണ്ടുവന്നില്ലല്ലോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ സച്ചേട്ടൻ ഇതുവരെ വന്നില്ലേ എന്ന് അർച്ചനയും ചോദിക്കുന്നു. അല്ല, നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഹസ്ബൻഡ് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാനിരിക്കുകയാണെന്നും അർച്ചന പറയുകയാണ്. ആരെയും നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ലെന്നും സമയത്തിന് ആഹാരം കഴിക്കണമെന്നും പറഞ്ഞ് അർച്ചനയെ വഴക്ക് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. എന്നാലും സച്ചി ഇത് എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.